റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള തന്ത്രപ്രധാനമായ സൈനിക കരാറിൽ വരെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയുമായുള്ള സുപ്രധാന സൈനിക കരാറിന് റഷ്യ അംഗീകാരം നൽകിയെന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. സൈനിക വിന്യാസങ്ങൾ പരസ്പരം പങ്കിടുന്നതിനു വേണ്ടി 2025 ഫെബ്രുവരി 18-ന് ഇന്ത്യയും റഷ്യയും ഒപ്പിട്ട കരാറിനാണ് റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ സ്റ്റേറ്റ് ഡൂമ അംഗീകാരം നൽകിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് സുപ്രധാന കരാറിന് റഷ്യ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള റഷ്യയുടെ ബന്ധം തന്ത്രപരവും സമഗ്രവുമാണെന്നും തങ്ങൾ അതിനെ വിലമതിക്കുന്നതുമായാണ് സ്റ്റേറ്റ് ഡൂമ സ്പീക്കർ വ്യാചെസ്ലവ് വൊളോദിൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കരാറിന് അംഗീകാരം നൽകിയത് പരസ്പര സഹകരണത്തിനും ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ വികാസത്തിനുമുള്ള മറ്റൊരു ചുവടുവെപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പരസ്പര സൈനിക സഹകരണമാണ് ഈ കരാറിലുള്ളത്. ഇതിലൂടെ റഷ്യൻ സൈന്യത്തിനും സൈനിക വിമാനങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ഇനി ഉപയോഗിക്കാനാവും. ഇന്ത്യക്ക് തിരിച്ചും ഇത്തരത്തിൽ റഷ്യയുടെ സൈനിക താവളങ്ങളും ഉപയോഗിക്കാൻ കഴിയും. അതായത് ലോകത്തെവിടെയും ഏത് നിമിഷവും എന്തും ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു സൈനിക സഖ്യമാണ് നിലവിൽ വരാൻ പോകുന്നത്. ഇതിനു പുറമെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ, പരിശീലനം, മാനുഷിക സഹായം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിലും ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കും. ശത്രു രാജ്യങ്ങളെ സംബന്ധിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കം തന്നെയാണിത്. തീരുവ കുത്തനെ ഉയർത്തി ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്കും ഇത് ഇരട്ടി പ്രഹരമാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിവെപ്പിക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയ അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന കരാറും സഹകരണവുമാണ് റഷ്യയുമായി ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നത്. പുടിൻ ഇന്ത്യയിൽ എത്തുന്നതോടെ ഇനി മറ്റെന്തൊക്കെ കരാറുകളിൽ ഇരു രാജ്യവും ഒപ്പിടുമെന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട്. പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പൽ പടയെ തുരത്തിയോടിച്ചിരുന്നത് സോവിയറ്റ് യൂണിയന്റെ കപ്പൽ പടയായിരുന്നു. ആ പഴയ സോവിയറ്റ് യൂണിയന്റെ കാലത്തിനും അപ്പുറമുള്ള ശക്തമായ ഇന്ത്യ ബന്ധത്തിലേക്കാണ് സോവിയറ്റ് യൂണിയന്റെ പുതിയ രൂപമായ റഷ്യ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും ഇത്തരമൊരു സഹകരണം മികച്ച പ്രതിരോധ കവചം തന്നെയാണ് എന്നതിൽ സംശയമില്ല. ലോകത്ത് അന്നും ഇന്നും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാവുന്ന പങ്കാളി എന്ന് പറയുന്നത് സോവിയറ്റ് റഷ്യ തന്നെയാണ്. അക്കാര്യത്തിലും സംശയം ഉണ്ടാവേണ്ടതില്ല.